എല്ലാവർക്കും BBR-PSCയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവാര്? ആരാണ് കേരള സിംഹം എന്ന കൃതി എഴുതിയിരിക്കുന്നത്? സർദാർ KM പണിക്കർ. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരനാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അപ്പോൾ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയുടെ പേരെന്താണ്? ജീവിതരസങ്ങൾ. നമുക്ക് കുറച്ച് ആത്മകഥകൾ നോക്കാമേ. എൻ്റെ വഴിയമ്പലങ്ങൾ. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? SK പൊറ്റക്കാട്. എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. ജീവിതപാത ചെറുകാട്. എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. വഴിയമ്പലത്ത് നിറയെ അങ്ങ് വലിയ പൊറ്റക്കാടുകളാണ്. എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. ജീവിതപാത ചെറുകാട്. ജീവിതപാതയിൽ എന്തുവാണ്? ചെറിയ കാട്. വഴിയമ്പലങ്ങളിൽ പൊറ്റക്കാട്. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. കുന്നിലെത്തിയപ്പോഴാണ് വഴിത്തിരിവുണ്ടാവുന്നത്. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. ജീവിത സമരം സി കേശവൻ. ജീവിത സമരം സി കേശവൻ. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്. അത് എല്ലാവർക്കും അറിയാം. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെയാണ്? കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ആരുടെയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഫാസി. ഒളിച്ചിരുന്നത് ഒരു തോപ്പിലാണ്. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഫാസി. ഓർമ്മയുടെ ആഴങ്ങളിൽ NV കൃഷ്ണവാര്യർ. NV ആഴങ്ങളിൽ NV. ഓർമ്മയുടെ ആഴങ്ങളിൽ NV കൃഷ്ണവാര്യർ. ഓർമ്മക്കിളിവാതിൽ പള്ളിയുടെ കിളിവാതിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. ഓർമ്മക്കിളിവാതിൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. ഓർമ്മയുടെ അറകൾ ബഷീർ. അറകൾ ബഷീർ. ഓർമ്മയുടെ ഓളങ്ങൾ G ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ ഓളങ്ങൾ G ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തന്മാത്രകളുടെ സ്ഥാനം മാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനം മാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? സംവഹനം എന്ന് പറയുന്നത്. സംവഹനത്തിന് ഉദാഹരണങ്ങളാണ് കരക്കാറ്റും കടൽക്കാറ്റും. ഇനി താപപ്രേഷണം ചെയ്യുന്നത് 3 രീതിയിലാണ്: ചാലനം, വികിരണം, സംവഹനം. അതിൽ ചാലനം നോക്കാം. തന്മാത്രയുടെ സഞ്ചാരം ഇല്ലാതെ കമ്പനം മൂലം താപം പ്രേഷണം ചെയ്യുന്നതാണ് ചാലനം. എന്തുവാണ്? തന്മാത്രകൾ സഞ്ചരിക്കുന്നില്ല, പക്ഷെ കമ്പനം ചെയ്യുന്നതേ ഉള്ളൂ. ഈ ഖരപദാർത്ഥങ്ങളിലെല്ലാം താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലാണ്? ചാലനത്തിലൂടെയാണ്. അടുത്തതാണ് സംവഹനം. എന്താണ് സംവഹനം? തന്മാത്രകളുടെ സ്ഥാനം മാറ്റം മൂലം താപം പ്രവഹിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? സംവഹനം എന്ന് പറയുന്നത്. ഉദാഹരണം കരക്കാറ്റും കടൽക്കാറ്റും. ഇനി അടുത്തതായിട്ടുള്ളത് വികിരണം. വികിരണം എന്താണ്? മാധ്യമം ആവശ്യമില്ലാതെ നടക്കുന്ന താപപ്രേഷണ രീതിയാണ് എന്തെന്ന് പറയുന്നത്? വികിരണം. അതിനുദാഹരണമാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത്. അപ്പം 3 പഠിച്ചല്ലോ. ചാലനം എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ കമ്പനം മൂലം, സംവഹനം തന്മാത്രകളുടെ സ്ഥാനം മാറ്റം മൂലം, വികിരണം എന്താണ്? മാധ്യമം ആവശ്യമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ഉദാഹരണങ്ങളൊക്കെ അറിയാലോ. ചാലനത്തിന് ഉദാഹരണം ഖരപദാർത്ഥങ്ങളിൽ താപപ്രേഷണം ചെയ്യപ്പെടുന്നത്. സംവഹനത്തിന് ഉദാഹരണം എന്താണ്? കരക്കാറ്റും കടൽക്കാറ്റും. വികിരണത്തിന് ഉദാഹരണം എന്താണ്? സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് യൂണിറ്റ്സുകൾ നോക്കാം. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ബലം ന്യൂട്ടൺ. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട്. മർദ്ദം പാസ്കൽ. പ്രവൃത്തി ഊർജം ജൂൾ. കപ്പാസിറ്റൻസ് ഫാരഡേ. വൈദ്യുത ചാർജ് ഏതാണ്? കൂളോം. വൈദ്യുത ചാർജ് കൂളോം. വൈദ്യുത പ്രവാഹം ആംബിയർ. ആവൃത്തി ഹെർട്സ്. ഉച്ചത ഡെസിബൽ. വൈദ്യുത പ്രതിരോധം ഓം. ബലം ന്യൂട്ടൺ. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട്. മർദ്ദം പാസ്കൽ. പ്രവൃത്തി ഊർജം ജൂൾ. കപ്പാസിറ്റൻസ് ഫാരഡ്. വൈദ്യുത ചാർജ് കൂളോം. വൈദ്യുത പ്രവാഹം ആംബിയർ. പ്രവൃത്തി ഹെർട്സ്. ഉച്ചത ഡെസിബൽ. വൈദ്യുത പ്രതിരോധം ഓം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള യൂണിറ്റ്സുകളാണ്. എല്ലാവരും റിപ്പീറ്റ് അടിച്ച് കേട്ട് പഠിക്കണം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് എന്ത്? ദോലനം. ദോലന ചലനത്തിന് ഉദാഹരണം ഏതാണ്? പെൻഡുലം ക്ലോക്കിൻ്റെ ചലനം. അടുത്ത ചലനമാണ് ഭ്രമണം. എങ്ങനെയാണ് ഭ്രമണം എന്ന് നോക്കാം. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന്മേൽ തന്നെയാണെങ്കിൽ അതിനെ ഭ്രമണം എന്ന് പറയുന്നു. ഉദാഹരണം, ഈ പമ്പരം കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം ആ വസ്തുവിന്മേൽ തന്നെ ആണെങ്കിൽ അതിന് എന്ത് പറയുന്നു? ഭ്രമണം എന്ന് പറയുന്നു. പിന്നെ അടുത്തതാണ് പരിക്രമണം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ അക്ഷം പുറത്താണെങ്കിൽ അതിനെ പരിക്രമണം എന്ന് പറയുന്നു. അപ്പോൾ ഭ്രമണം പഠിച്ചു, പരിക്രമണം പഠിച്ചു. അടുത്തത് വൃത്താകൃതി ചലനം. വൃത്താകൃതിയിൽ ചലിക്കുന്നതിന് എന്തെന്ന് പറയുന്നു? വർത്തുള ചലനം. വൃത്താകൃതിയിൽ ചലിക്കുന്നതിന് വർത്തുള ചലനം. അതിന് ഉദാഹരണമാണ് എന്ത്? നൂലിൽ നമ്മളൊരു കല്ല് കെട്ടിയിട്ടിട്ട് ഇങ്ങനെ കറക്കത്തില്ലേ, അതാണ് വർത്തുള ചലനം. വൃത്താകൃതിയിൽ ചലിക്കുന്നത്. ഭ്രമണം അറിയാലോ, പമ്പരത്തിന് കറങ്ങുന്നത്. പരിക്രമണം അറിയാലോ, നമ്മുടെ ഭൂമി പരിക്രമണം ചെയ്യത്തില്ലേ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ അക്ഷം അതിൻ്റെ പുറത്താണെങ്കിൽ അതിനെ പരിക്രമണം എന്ന് പറയുന്നു. നേർരേഖാ ചലനം, അത് നേരെ സഞ്ചരിക്കുന്നതിനെയാണ് നേർരേഖാ ചലനം. അടുത്ത ചലനം ഇമ്പോർട്ടൻ്റ് ആണ്, വക്രരേഖാ ചലനം. എന്തുവാണ് വക്രരേഖാ ചലനം? അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്ന രീതിയാണ് എന്ത്? വക്രരേഖാ ചലനം. അന്തരീക്ഷത്തിലൂടെ ഒരു വസ്തുവിനെ ചരിച്ച് വിക്ഷേപിക്കുന്ന രീതിയാണ് എന്ത്? വക്രരേഖാ ചലനം. വക്രരേഖയിലൂടെയുള്ള ഒരു വസ്തുവിൻ്റെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് പരാബോള. പരാബോള ഷേപ്പ് എന്ന് പറയത്തില്ലേ, വക്രരേഖയിലൂടെയുള്ള ഒരു വസ്തുവിൻ്റെ സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് പരാബോള. ഏറ്റവും ദൂരത്തിൽ 45 ഡിഗ്രി കോണളവിൽ എറിയുമ്പോഴാണ് എന്ത് പോണത്? നല്ല ദൂരത്ത് പോകുന്നത്. വക്രരേഖയിലൂടെയുള്ള വസ്തുവിൻ്റെ ആ സഞ്ചാരപാതയ്ക്ക് എന്ത് പറയുന്നത്? പരാബോള. ഉദാഹരണം എന്താണ്? ജാവലിൻ ത്രോ, ഡിസ്ക് ത്രോ ഒക്കെ എറിയത്തില്ലേ, അതാണ് എന്തിനുദാഹരണം? വക്രരേഖാ ചലനം. വർത്തുള ചലനവും വക്രരേഖാ ചലനവും തിരിഞ്ഞു പോകലും. വർത്തുള ചലനം എന്താണ്? വൃത്താകൃതിയിലുള്ള ചലനം, ഇല്ല കല്ല് കെട്ടുന്നത്. വക്രരേഖാ ചലനമാണ് എന്തിൻ്റെ ചലനം? നമ്മൾ ജാവലിൻ ത്രോ ഒക്കെ എറിയത്തില്ലേ പരാബോള ഷേപ്പിൽ, അതാണ് വക്രരേഖാ ചലനം. ഏത് ഡിഗ്രിയിൽ എറിയണം? 45 ഡിഗ്രി കോണളവിൽ എറിയണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധിയാണ് 20 ഹെർട്സ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ താഴ്ന്ന പരിധി എത്രയാണ്? 20 ഹെർട്സ്. 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെ കേൾക്കാം. നോക്കാം, 20 ഹെർട്സിന് താഴെയാണെങ്കിൽ എന്ത് പറയും? ഇൻഫ്രാസോണിക് എന്ന് പറയും. അതായത് ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഇതൊക്കെ ഉണ്ടാകുന്നത് ഇതൊക്കെ എന്താണ്? ഭൂകമ്പവും അഗ്നിപർവ്വത സ്ഫോടനവും ഒക്കെ ഉണ്ടാകുന്ന സൗണ്ടിൻ്റെ പേരാണ് ഇൻഫ്രാസോണിക്. 20,000 ഹെർട്സിന് മുകളിലുള്ള സൗണ്ടാണ് അൾട്രാസോണിക്. ഉദാഹരണം എന്താണ്? മൂത്രാശയക്കല്ല് പൊടിച്ച് കളയാനൊക്കെ ഉപയോഗിക്കത്തില്ലേ, അതാണ് അൾട്രാസോണിക് സൗണ്ട്. അടുത്തത് ആന്തരാവയവങ്ങളുടെ സ്കാനിങ്ങിന് എന്താണ് ഉപയോഗിക്കുന്നത്? ഈ അൾട്രാസോണിക് സൗണ്ടാണ് ഉപയോഗിക്കുന്നത്. നോക്കാം, ഈ നായയുടെ ശ്രവണപരിധി എത്രയാണ്? 67 ഹെർട്സിനും 45 കിലോ ഹെർട്സിനും ഇടയിലാണ് നായയുടെ ശ്രവണപരിധി. നായയെ ട്രെയിൻ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന വിസിലിൻ്റെ പേരെന്തുവാണ്? ഗാൾട്ടൺ വിസിൽ. എന്തുവാണ്? എക്കോ ലൊക്കേഷൻ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്കോ ലൊക്കേഷൻ. ഉദാഹരണം എന്തുവാണ്? വവ്വാൽ ഈ എക്കോ ലൊക്കേഷൻ വഴിയാണ് സഞ്ചരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. എന്താണ്? പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. എന്നാൽ അന്നജത്തിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അന്നജത്തിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പ്രോട്ടീൻ ആകുമ്പം ഏതൊക്കെയുണ്ട്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. പ്രോട്ടീൻ N, നൈട്രജൻ, അങ്ങനെ ഓർത്താൽ മതി. കൊഴുപ്പാണെങ്കിലോ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അന്നജത്തിലും കൊഴുപ്പിലും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിലും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. എന്നാൽ പ്രോട്ടീനിൽ എന്താണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. എല്ലാവരും കയറി ജോയിൻ ചെയ്യണം. താങ്ക് യു.